PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. മാത്സ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, സർക്കിൾസ് ആണ് അല്ലെ. നമ്മൾ കുറെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ സർക്കിൾസിനെ കുറിച്ച്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഒരു തിയറിയാണ് ഒരു സർക്കിളിനെ നമ്മൾ ഒരു ആർക്കായിട്ട് മാറ്റിയാൽ, സർക്കിളിനെ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു കോഡ്, ഏതെങ്കിലും ഒരു കോഡ് വരച്ചിട്ട് ആ കോഡിന് നമ്മൾ ഇതൊരു ചെറിയ ചാപം അല്ലെ, ഇത് ഒരു സ്മോൾ ആർക്കാണെങ്കിൽ ഇത് വലിയ ആർക്ക്, നമ്മൾ പറഞ്ഞു ഡയമീറ്റർ അല്ലാത്ത ഒരു കോഡ് വരച്ചാൽ ഇതിനെ ഒരു ചെറിയ ചാപം, ഇതിനൊരു വലിയ വൃത്തത്തിനെ 2 ഭാഗമാക്കി മുറിച്ചു. അതില് ഈ എ ബി എന്ന് പറയുന്നത് നമ്മൾ പേര് കൊടുക്കുക ഇവിടെ, കാരണം നമുക്ക് പറയുമ്പോൾ ഇതും എ ബി ആണ്, ഇതും എ ബി ആണ്. അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് എ ഡി ബി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എ സി ബി കൊടുത്തു അല്ലെ. അപ്പോ ഈ എ ഡി ബി എന്ന് പറയുന്ന ഈ ചാപവും എ സി ബി എന്ന് പറയുന്ന ഈ ചാപത്തിന്റെ പ്രത്യേകത ഇപ്പൊ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. എ സി ബി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആർക്ക്, എ ഡി ബി എന്ന് പറഞ്ഞാൽ ചെറിയ ആർക്കാണെങ്കിൽ എ സി ബി വലിയ ആർക്കാണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ എടുക്കുന്നത് ഈ ചാപമാണെങ്കിൽ എ ഡി ബി എന്ന് പറഞ്ഞൊരു ചാപം, അതിന്റെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതല്ല ഇതിന്റെ കേന്ദ്രകോൺ, ഇതിന്റെ പകുതി ആയിരിക്കും ഈ. അപ്പൊ ഇത് നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും എന്ന് പറഞ്ഞു, x/2 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഈ ആംഗിൾ എത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ ആംഗിൾ എ ഡി ബി എത്രയായിരിക്കും, ഈ ആംഗിള് എത്രയാ കിട്ടുന്നത്, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ അനുപൂരകമാണ് എന്ന് പറഞ്ഞു. ഇത് ഈ ചാപം എ ബി എന്ന് പറയുന്ന ചാപത്തിന്റെ മറുചാപമാണ്, ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇപ്പത്തുള്ള ഇത് അല്ലെ എ സി ബി. അതിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിളും ഇതിന്റെ പകുതിയായിരിക്കും. ഇനി ഈ ചെറിയ ആർക്കിലേക്ക് തന്നെ വരയ്ക്കുകയാണെങ്കിൽ, ചെറിയ ചാപത്തിലേക്ക് നമ്മൾ വരയ്ക്കുമ്പോ ഈ ആംഗിൾ എത്രയായിരിക്കും, ഇതിലേക്ക് നമ്മൾ ഇവിടെ വാക്ക് വരച്ചാൽ ഈ ആംഗിള് 180 നിന്ന് ഇവിടെ എത്ര പറഞ്ഞേ 180 - c/2 അല്ലെ എന്ന് പറഞ്ഞാൽ ഇവിടെ സി എത്രയാണ്, എക്സ് ആണ്, x/2 ആണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച തിയറി. ഇനി അത് വെച്ച് നമ്മൾ ഒരു കണക്ക് പറയാണ്. നിങ്ങൾക്ക് എപ്പോഴും എക്സാമ്പിള് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിതൗട്ട് യൂസിങ് ദ പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ ഇല്ലാതെ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ, 22.5 ഡിഗ്രി വരയ്ക്കാൻ. പ്രൊട്രാക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു സർക്കിള് വരച്ചാൽ പ്രൊട്രാക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 22.5 ഡിഗ്രി വരച്ചൂടെ, നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന് ഈ അറ്റത്തേക്ക് നീക്കി വരയ്ക്കാം കേട്ടോ. എപ്പോഴും നിങ്ങൾ വരയ്ക്കുമ്പോ പേജിന്റെ പുസ്തകത്തിന്റെ പേജിൽ ഈ അറ്റത്തേക്ക് വരയ്ക്കാം, കാരണം നമ്മൾ ഇങ്ങോട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു സർക്കിള് വരയ്ക്കാം. ഈ സർക്കിളില് എല്ലാവർക്കും സർക്കിൾ വരയ്ക്കാൻ ഒരു കോമ്പസ് മതി, പക്ഷെ വിതൗട്ട് യൂസിങ് ദ പ്രൊട്രാക്ടർ ആണ് പറയുന്നത്. അപ്പൊ പ്രൊട്രാക്ടർ ഇല്ലാണ്ട് നമ്മളിപ്പോ 22 ഡിഗ്രി വരയ്ക്കുക. അതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. പേജ് നമ്പർ 51 എഴുതി വെക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് മാർജിന്റെ അവിടെ നമ്മൾ പേജ് നമ്പർ എഴുതി വെക്കുക കണക്കില്. അപ്പൊ പേജ് നമ്പർ എഴുതി വെക്കുക, പേജ് നമ്പർ 51 51 കണക്കാണ്. വിതൗട്ട് യൂസിങ് ദ പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, 22.5 ഡിഗ്രി ഉള്ള 22.5 ഡിഗ്രി കോൺ അതിന്റെ ഉള്ളിൽ വരയ്ക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് അറിയോ, നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കാനുള്ളത് വരയ്ക്കാനറിയാം കോമ്പസ്. എന്നിട്ട് കോമ്പസിൽ സർക്കിൾ വരയ്ക്കുമ്പോ അതിന്റെ സെന്റർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഈ സെന്ററിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, 2 ഡയമീറ്റർ വരയ്ക്കാം. വരച്ചൂടെ എല്ലാവർക്കും, 2 ഡയമീറ്റർ വരച്ചാൽ ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് നമുക്ക് അറിയാം. എത്രയാണ്, ഇറ്റ്സ് 90 ഡിഗ്രി. പ്രൊട്രാക്ടറിന്റെ ആവശ്യമുണ്ടോ, നിങ്ങൾ അളന്ന് നോക്കിക്കോ. 2 ഡയമീറ്റർ തന്നെ ആയിരിക്കും കേട്ടോ. 2 ഡയമീറ്റർ ചെരിച്ചു വരയ്ക്കരുത്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ മിഡ് പോയിന്റിന് നേരെ ഇങ്ങോട്ടും വരച്ചാൽ ഇറ്റ്സ് 90 ഡിഗ്രി. കിട്ടിയില്ലേ, ഈ 90 ഡിഗ്രി കിട്ടിയാൽ ആദ്യത്തെ സർക്കിളിന്റെ തരം. ഇനി എളുപ്പമാണ് നമുക്ക് വരയ്ക്കാൻ കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എടുക്കുന്ന ചാപം ഇതാണ് എ ബി, മനസ്സിലായോ.
ഈ എ ബി എന്ന് പറയുന്ന ചാപത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ചാപത്തിൽ എല്ലാവരും ഇങ്ങോട്ട് നോക്കാട്ടോ. എ ബി എന്ന് പറയുന്ന ചാപത്തിന്റെ സെന്റർ ആംഗിൾ ഇതാണ് O അല്ലെ? കേന്ദ്ര കോൺ എത്ര കിട്ടി? 90. അപ്പൊ ഈ ചാപത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചാൽ എത്രയായിരിക്കും? എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാട്ടോ. ഈ എ ബി എന്ന് പറയുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി എവിടെ വരച്ചാലും അത് എത്രയായിരിക്കും? അതിന്റെ പകുതിയായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ വരയ്ക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, ഒരു ലൈൻ വരയ്ക്കാം. ഇത് നമുക്ക് ഇവിടെ ലൈൻ ഉണ്ട് അല്ലെ? അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 90 ആണെങ്കിൽ ഇറ്റ്സ് 45 ഡിഗ്രി ആണോ? അല്ലേ? 45 ആണ്. കാരണം എന്താ? തിയറി എന്താണ്? കേന്ദ്ര കോണിന്റെ നോക്കിയേ, ഈ ചാപം എ ബിയുടെ കേന്ദ്രകോൺ 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പകുതിയാണ് 45. പകുതി കേൾക്കാതെ ശരിക്കും ഒന്ന് ക്ലാസ് ഫുള്ള് കേൾക്കാട്ടോ. ഇത് 90 ഡിഗ്രിയാണ് ആദ്യം വരയ്ക്കാൻ പറയുന്നത്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയാ വരുന്നത്? 45 ഡിഗ്രി കിട്ടിയില്ലേ? അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് 45 ആണ്. ഇവിടെ കോമ്പസ് കുത്താട്ടോ നിങ്ങള്. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് നമ്മൾ ഒരു സർക്കിൾ ആദ്യം വരയ്ക്കുകയാണ്. ആദ്യം ഒരു സർക്കിൾ വരച്ചു, മനസ്സിലേ? അപ്പൊ ഈ ചാപം നോക്കിയേ, ഇവിടെ സിയും ഇവിടെ ഡിയും കൊടുക്കാം കേട്ടോ. ഈ സർക്കിളിന്റെ ചാപം എന്ന് പറയുന്നത് ഇതാ ഉള്ളൂ കേട്ടോ. ഇതല്ലേ സിയും ഡിയും? അത് എത്ര ഡിഗ്രി ഉണ്ട് അതിന്റെ കേന്ദ്രകോൺ? 45. അപ്പോ അതിന്റെ മറുചാപം നോക്കി ഇവിടുന്ന് എവിടേക്ക് വരച്ചാലും നിങ്ങൾക്ക് നീട്ടി ഇങ്ങോട്ട് വരയ്ക്കണമെന്നില്ല. എങ്ങോട്ട് വേണമെങ്കിൽ ചെരിച്ചു വച്ച താഴേക്ക് പൊക്കോളൂ. ഞാനിത് നേരെ വരയ്ക്കുന്നത്. ഇത് ഈ ചാപത്തിന്റെ സി ഡി എന്ന് പറയുന്ന ചാപത്തിന്റെ ഡിയിൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ചു. സിയിൽ നിന്ന് നമ്മളൊരു ലൈൻ ഇങ്ങോട്ട് വരച്ചാൽ അതെത്രയായിരിക്കും? ഇത് 45 ആണെങ്കിൽ അതിന്റെ പകുതി 22.5 കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളൂ, 22.5. മനസ്സിലായോ? എല്ലാവരും ഇത് വരയ്ക്കാം. ആദ്യം 90 ഡിഗ്രി, 90 ഡിഗ്രിയുടെ പകുതി 45 ഡിഗ്രി, 45 ഡിഗ്രിയുടെ പകുതി 22 and 1/2 22.5 ഡിഗ്രി. പക്ഷെ ഇനി ഒരു ചോദ്യം കൂടി വരാം. നമ്മൾ ഒരു പോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. 22.5 അല്ല ചോദിച്ചത് കേട്ടോ. 22.5യുടെ പകുതി എത്രയാണ്? ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ചോദ്യമുണ്ട്. നമുക്ക് വന്നിട്ടുണ്ട് 11.25 വരയ്ക്കാനായിട്ട്. 11.25 ഉള്ള ആംഗിൾ വരയ്ക്കാൻ 22.5 അല്ല, 22.5യുടെ പകുതിയാണ്. അപ്പൊ നമ്മൾ ഇതേ തിയറി തന്നെ, നമ്മുടെ ഈ തിയറി തന്നെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് x/2. അപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായതാണ്. അപ്പൊ ഇതും കൂടി നിങ്ങൾ വരയ്ക്കണം. ഇത് ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് 11.25 എന്നാൽ. എങ്ങനെയാ? ഇവിടെ വരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ കേട്ടോ. 90 വരച്ചു. 90ൽ നിന്ന് ഒരു സർക്കിളും കൂടി വരച്ചു കഴിഞ്ഞാൽ അത് 45 ഡിഗ്രി ആണ്. അപ്പോ നമ്മൾ അതിന്റെ ഈ സർക്കിളിന്റെ അറ്റത്ത് എത്ര? 22.5. അപ്പൊ ഇനി 11.25 വരയ്ക്കണേ. അപ്പൊ ആദ്യം നിങ്ങൾ ഇത് വരയ്ക്കാം, അത് കഴിഞ്ഞ് വേറെ ക്വസ്റ്റ്യൻ വരയ്ക്കാം കേട്ടോ. 90 വരച്ചു, 45 വരയ്ക്കാം, 22.5 വരയ്ക്കാം. കിട്ടിയില്ലേ? എന്നിട്ട് ഈ 22.5 സെന്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരു സർക്കിൾ വരയ്ക്കാം അല്ലെ? ഇതിന്റെ അപ്പൊ കേന്ദ്ര കോൺ എത്രയാണ്? ഇവിടെ സി ഡി കൊടുത്തു നമ്മള്. ഇനി ഇതിന്റെ ഇ എഫ് കൊടുക്കാം കേട്ടോ. കാണുന്നില്ല? ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ചെറുതാക്കി വരുമ്പോ കാണാത്തതാണ്. ഇവിടെ ഇയും എഫും എന്ന് വെച്ചാൽ ഈ സർക്കിളിന്റെ ചാപം ഇതേ ഉള്ളൂ. ചെറുതായി പോവാണ് കേട്ടോ. ഇത് 22.5. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഇയിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടെയും ഇങ്ങോട്ടും വരയ്ക്കാം. അതിപ്പോ നേരെ വേണമെങ്കിൽ നേരെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇത്ര നേരം നിങ്ങൾ നേരെ വരച്ചു, അതുകൊണ്ട് നേരെ വരച്ചോ. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടും വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. അപ്പൊ ഈ ആംഗിൾ ആണ് എത്ര ഇവിടെ ചോദിച്ചിരിക്കുന്നത്? 11.25 ഡിഗ്രി. മനസ്സിലായോ? ചോദ്യം കിട്ടിയില്ലേ? അപ്പോ ഇതൊരു ക്വസ്റ്റ്യൻ, സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിതൗട്ട് യൂസിങ് ദ പ്രൊട്രാക്ടർ വി വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ 11.25. സർക്കിളിൽ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 90 ഡിഗ്രി കിട്ടി. ഈ 90 ഡിഗ്രിന്ന് പകുതി എന്ന് വെച്ചാൽ ശിഷ്ടചാപത്തിലേക്ക്, മറുചാപത്തിലേക്ക്, ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെ? ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് നമ്മൾ ഒരു ആംഗിൾ വരച്ചാൽ അത് 45, ഇതിന്റെ സെന്റർ ആംഗിളിന്റെ പകുതി. ഇനി അത് വെച്ച് വീണ്ടും ഒരു സർക്കിള്, അത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സർക്കിള്
രണ്ടാമത്തെ സർക്കിൾ വരച്ചു. അപ്പൊ അതിന്റെ ചാപം ഇതാണ് കേട്ടോ, സി ഡി. സി ഡിയിൽ നിന്ന് സെന്റർ ആംഗിൾ എത്രയാണ്? 45 ഉള്ളത്. അപ്പൊ ഈ സി ഡിയിൽ നിന്ന് അതിന്റെ ഈ സർക്കിളിന്റെ ഈ മൂലയിലേക്ക് എവിടേക്ക് വേണമെങ്കിലും വരച്ചോട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരച്ചാൽ നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് പോവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വരച്ചാലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിൽ വൃത്തിയിൽ വരയ്ക്കാൻ വേണ്ടി സർക്കിള് നേരെ വരച്ചതാണ്. അപ്പൊ ഇത് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടി. ഇനി ഇത് സെന്റർ ആയിട്ട് നമ്മൾ വീണ്ടും ഒരു സർക്കിൾ വരച്ചാൽ ഇവിടെ ചാപം, ഇവിടെ എത്രയാ കേന്ദ്രകോൺ? കേന്ദ്രകോൺ ഇവിടത്തെ എത്രയാണ്? 22.5 ഡിഗ്രിയാണ്. ഈ 22.5 ഡിഗ്രിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇതിന്റെ ഈ ആംഗിൾ എത്ര കിട്ടി? 11.25. ഇനിയും ചെറുതാക്കാൻ നമുക്ക് ഇവിടെ വീണ്ടും ഒരു സർക്കിൾ വരച്ച് ഇങ്ങനെ എത്ര വേണമെങ്കിൽ ചെറുതാക്കി പോവാം അല്ലെ? എത്ര ആംഗിൾ വേണമെങ്കിലും കാണാൻ നമുക്ക് പറ്റും. കാരണം 90 ആദ്യം നമുക്ക് കിട്ടും. കാരണം 2 ഡയമീറ്റർ ശരിക്കും ഒരു സർക്കിൾ വരച്ചിട്ട് സെന്ററിൽ കൂടെ ഇങ്ങനെയും വരച്ചു കഴിഞ്ഞാൽ സെന്ററിൽ കൂടെ കേട്ടോ വരച്ചാൽ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് 2 ഡയമീറ്റേഴ്സ് വരയ്ക്കാം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പടവരങ്ങൾ ശരിക്കും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് പേജ് നമ്പർ 52-ലാണ്. എഴുതിക്കോ. Draw a triangle with the angle 30, 70 and 80 degree. മുപ്പത് 70 80 ഡിഗ്രി ആയിട്ടുള്ള ഒരു ത്രികോണം വരച്ചിട്ട് ത്രികോണം വരയ്ക്കാൻ അതിന്റെ പരിവൃത്തത്തിന്റെ ആരം 2.5 സെന്റിമീറ്റർ ആണ്. പരിവൃത്തത്തിന്റെ ആരം 2.5 സെന്റിമീറ്റർ ആയിട്ടുള്ള ഈ ത്രികോണം എങ്ങനെ വരയ്ക്കാം? അതിന്റെ പരിവൃത്തത്തിന്റെ ആരം 2.5. Draw a triangle of angles 30, 70 and then 80 degree. And then circumradius ആണ് എത്ര? 2.5 സെന്റിമീറ്റർ ആണ്. അതിന്റെ circumradius നമ്മൾ 2.5 സെന്റിമീറ്റർ ആണ്. അപ്പോ ആദ്യം തന്നെ നമ്മൾ ഒരു റഫ് ഫിഗർ നിങ്ങളൊന്ന് വരച്ചു നോക്കി. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിള് അല്ലെ, 2.5 ആണ്. അതിന്റെ ഉള്ളില് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ അല്ലെ. സർക്കംറേഡിയസ് ആണ്. പരിവൃത്തം എന്ന് പറഞ്ഞാൽ വൃത്തം എവിടെയാണ്? പരിവൃത്തം പുറത്താണ് കേട്ടോ. ത്രികോണത്തിന്റെ പുറത്താണ് വൃത്തം. ഈ ത്രികോണത്തിന്റെ ആംഗിൾസ് ഇവിടെ 30, 70, 80 ആണെങ്കിൽ 30, 70 ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന റഫ് ഫിഗർ. എല്ലാവരും വരച്ചു വയ്ക്കുക. ഇപ്പൊ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി അല്ലെ? ചോദ്യം കിട്ടിയില്ലേ? അപ്പോ ഇനി ഇതിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? റേഡിയസ് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ വരയ്ക്കുക? ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സൈഡ് ഒന്നും തന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ട്രയാങ്കിളിന്റെ സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ സൈഡിന്റെ അളവ് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വശം തന്നാലും മതിയായിരുന്നു. ആംഗിൾസ് കൂട്ടിമുട്ടിച്ചാൽ നമുക്ക് ത്രികോണം വരച്ചിട്ട് പരിവർത്തം. പക്ഷെ ഇവിടെ അതല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ തിയറി വെച്ചിട്ടാണ്. ഇപ്പോഴത്തെ നമ്മുടെ തിയറി എന്താ? നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറി എന്താ? ഒരു വൃത്തത്തിന്റെ കേന്ദ്ര കോണിന്റെ പകുതി ശിഷ്ടചാപത്തിലേക്ക്. ഈ തിയറിയാണ്. സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് കോംപ്ലിമെന്റ് ആർക്കിലേക്കുള്ള എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരച്ചിരിക്കുന്ന ഈ ആംഗിൾ. അപ്പൊ ഈ ഒരു തിയറിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. ഇതാണ് നമ്മുടെ റഫ് ഫിഗറിൽ ആദ്യം ശരിയാക്കാം. എന്നിട്ട് എങ്ങനെ വരയ്ക്കണം നോക്കാം. ഇത് ഷുവറായിട്ട് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് വരച്ചിട്ടുണ്ടാവണം ശരിക്കും വരയ്ക്കണത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ആദ്യം തന്നെ ഈ സെന്ററിനെ അങ്ങനെ ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ കേന്ദ്രത്തിലേക്ക് 3 ആംഗിളിൽ നിന്ന് വരയ്ക്കാം. അപ്പോ ഈ ആംഗിൾ 80 ആണെങ്കിൽ കാണുന്നുണ്ടോ? എല്ലാവർക്കും നോക്കാം. ഈ ആംഗിൾ 80 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അതിന്റെ ഇരട്ടി അല്ലെ? കാരണം സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്. അപ്പൊ ഇവിടെ നടുക്ക് നമുക്ക് എത്ര കിട്ടി? ഇത് 80 ആണെങ്കിൽ ഇവിടെ എത്ര വേണം? 160 ഡിഗ്രി കിട്ടിയോ? ഇനി ഇതെടുക്കാം. ഈ ചാപം ഇപ്പൊ നമ്മളിവിടെ കൊടുക്കാണ് ABC പേര് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് പറയാൻ സുഖമാണ്. AB എന്ന് പറയുന്ന ചാപം കാണുന്നുണ്ടോ എല്ലാവരും?
എ ബി എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ 160. എങ്ങനെയാ കിട്ടിയത് നമുക്ക്? അതിന്റെ ശിഷ്ടചാപത്തിലേക്ക് മറുചാപത്തിലേക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരച്ചിരിക്കുന്ന ആംഗിള് ഇവിടെ എത്ര ഡിഗ്രിയാണ്? ഇത് 80 ആണെങ്കിൽ ഇത് 160. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ ചാപം എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾ എടുക്കുക സി ബി. ഒരറ്റത്ത് തുടങ്ങാം കേട്ടോ. ഈ സി ബി എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ എത്രയായിരിക്കും? കേന്ദ്രകോൺ കിട്ടിയാലേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത് 30 അല്ലെ? സി ബി എന്ന് പറഞ്ഞ ചാപത്തിന്റെ മറുചാപം ഇതല്ലേ സി എ ബി. അപ്പോ അത് 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? അതിന്റെ ഇരട്ടി. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ആർക്കിന്റെ ഇരട്ടിയാണ് കേന്ദ്രകോൺ. അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇവിടെ 60 കിട്ടി. ഇനി ഇത് 70 ആണെങ്കിൽ ഈ ആംഗിൾ അപ്പൊ എത്രയായിരിക്കും? എ സി എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ എത്രയായിരിക്കും? അതിന്റെ മറുചാപത്തിലേക്ക് വരച്ചിരിക്കുന്നത് 70 ആണ്. അപ്പോ ദിസ് ഇസ് 140 ഡിഗ്രി. മനസ്സിലായോ? ഇനിയാണ് നമ്മൾ പടം വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ റഫ് ഫിഗർ വരയ്ക്കാം. എന്നിട്ട് തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ അളവ് വരയ്ക്കാം. ഈ തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ അളവ് വരച്ചതിന് ശേഷം ഇതിന്റെ സെന്റർ ആംഗിൾ ശരിയാക്കണം കേട്ടോ. സെന്റർ ആംഗിൾ നമുക്ക് ശരിയാക്കണം. ഇപ്പൊ ഇതിന് ചിലപ്പോൾ ഈ 2 ആംഗിൾ തന്നിട്ടുണ്ടാവും. അത് വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരുന്നുണ്ട്. ഈ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 3 ആംഗിൾ കിട്ടണമെങ്കിൽ ത്രികോണത്തിന്റെ ആദ്യം തന്നെ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിന്റെ ഇരട്ടിയാക്കാം. അതല്ലെങ്കിൽ ടോട്ടൽ ഇപ്പൊ ഈ 2 ആംഗിൾ കിട്ടിയാൽ നമുക്ക് 360 മൈനസ് ചെയ്താൽ ഇത് 60 കിട്ടില്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാൻ കിട്ടും. അപ്പൊ ഇവിടെ പക്ഷെ 3 ആംഗിളും തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യിക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ ചെയ്യാൻ. കാരണം ഒരു ആംഗിളൊക്കെ നമുക്ക് നോക്കാം ടെക്സ്റ്റിൽ വന്നിട്ടുണ്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? 2.5 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ വരച്ചു. ഇതിന്റെ റേഡിയസ് എത്രയാണ്? 2.5 ആണ്. കിട്ടിയോ? ആദ്യം തന്നെ നമ്മൾ വരയ്ക്കേണ്ടത് ഇവിടെ നിന്ന് ഇത് 2.5 കിട്ടി. എന്നിട്ട് ഈ ഒരു വര ശരിക്കും വരച്ചു. ഇവിടെ നിന്ന് ആംഗിൾസ് ചെയ്യാം. 60. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? 60 ഡിഗ്രി കേട്ടോ. ഞാൻ ഏകദേശം വരയ്ക്കണേ, നിങ്ങൾ ശരിക്കും നോക്കി വരയ്ക്കണം. ഇത് എത്ര ഡിഗ്രി ആണെന്ന്? ഇത് 60 ഡിഗ്രി. അത് എഴുതി വെക്കാട്ടോ ഇവിടെ. കാരണം മറുചാപം നമ്മുടെ മറുചാപത്തിലെ കോൺ നമുക്ക് ഏതാണെന്ന് അറിയണം. അപ്പൊ ഇത് 60 ആണ്. ഇനി അടുത്ത് നിങ്ങൾ എടുക്കാം. ഇവിടെ 140 എത്രയാണ്? 140 ആണ് അടുത്തത് അല്ലെ? ഇവിടെ നിന്ന് നിങ്ങൾ പ്രൊട്രാക്ട് എടുത്താൽ ഇവിടെ നമുക്ക് കിട്ടും എത്രയാണെന്ന്? ഇത് എത്രയാണെന്ന് കിട്ടും? ഇവിടെ 140 നിങ്ങൾക്ക് കിട്ടും അല്ലെ? ബാക്കിയുള്ളത് എത്ര ഉണ്ടാവണം? ശരിക്കും 160 ഡിഗ്രി ഉണ്ടാവും നിങ്ങളുടെ കയ്യില്. മനസ്സിലായല്ലോ? ശരിക്കും വരയ്ക്കാനായിട്ട് ആദ്യം നമ്മള് 2.5 സെന്റിമീറ്റർ ഉള്ള റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. അതിൽ നിന്ന് 60 ഡിഗ്രി അടയാളപ്പെടുത്തി. അടുത്തത് അവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 140 ഡിഗ്രി അടയാളപ്പെടുത്താം. ബാക്കിയുള്ളത് നോക്കുമ്പോൾ 360 ഉണ്ടാവും. ഇനിയാണ് നമ്മൾ ട്രയാങ്കിളിലേക്ക് ആക്കണത്. എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നോക്ക്, ഇതാണ് ഈ ചാപത്തിന്റെ കേന്ദ്രകോൺ. ശ്രദ്ധിക്കാനായിട്ട് അത് എവിടെയൊക്കെ യോജിപ്പിക്കണം നോക്കാം. 3 പോയിന്റ്സ് കിട്ടി ABC. പക്ഷെ ഏതാണെന്ന് അറിയില്ലെങ്കിൽ ഇതാണ് ഒരു ചാപം അല്ലെ? ഈ ചാപത്തിന്റെ കേന്ദ്രകോൺ ഇതാണ്. അപ്പൊ ഈ ചാപത്തിൽ നിന്ന് ഈ 2 പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ പോയിന്റ് ഇതല്ലേ ഉള്ളൂ അല്ലെ? പിന്നെ നമുക്ക് 3ാമത്തെ പോയിന്റ് ഇതാണുള്ളത്. അപ്പൊ നിങ്ങൾ ഈ പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരയ്ക്കാം. അതുപോലെ തന്നെ ഈ ചാപത്തിന്റെ ഈ അറ്റത്ത് നിന്ന് വരച്ചു അല്ലേ? ആദ്യത്തെ ഒരെണ്ണം കിട്ടിയാൽ നമുക്ക് ട്രയാങ്കിൾ ആയി. ഇനി നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇത് 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നോക്ക്, ഈ ചാപത്തിന്റെ കേന്ദ്രകോൺ 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 30. ഇത് 30 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഇത് 140 ആണ്. ഇതാണ് ചാപം. ഈ ചാപത്തിൽ നിന്ന് പോയിരിക്കുന്ന ഈ ആംഗിൾ ഇതല്ലേ വരുന്നത്? ഇത് 140 ആണെങ്കിൽ അതിന്റെ പകുതി ഇത് എത്രയാണ്? 70 ഡിഗ്രി. ഇനി ഇവിടെ 160 ആണെങ്കിൽ അതിന്റെ പകുതി ഇത് എത്രയായിരിക്കും? ഇവിടെ നമുക്ക് കിട്ടും 80 ഡിഗ്രി. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പോ ആദ്യത്തെ ഒരെണ്ണം മാത്രം നോക്കുക. അപ്പൊ ട്രയാങ്കിളിന്റെ ഷേപ്പ് കിട്ടും. എന്ന് വെച്ചാൽ ഈ 2 പോയിന്റ് കഴിഞ്ഞിട്ട് ബാക്കി 3ാമത്തെ പോയിന്റിലേക്ക്, ഈ 2 അറ്റത്തുനിന്ന് 3ാമത്തെ പോയിന്റിലേക്ക് നിങ്ങൾ വരയ്ക്കുക. അപ്പൊ പടം ശരിക്കും കിട്ടും. നമുക്ക് ഇവിടെ ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്നത് A B
സി ಅಂತ അടയാളപ്പെടുത്തി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് 30, ഇത് 70, ഇത് 80. നമുക്ക് പറഞ്ഞ അളവിൽ കിട്ടിയില്ലേ? ട്രയാങ്കിൾ വരയ്ക്കാൻ കിട്ടി. അപ്പൊ എല്ലാവർക്കും കണക്ക് ശരിക്ക് മനസ്സിലായി. ഒരെണ്ണം നമ്മൾ ഇതുപോലെ നിങ്ങൾ ഇനി ചെയ്ത് നോക്കണം കേട്ടോ. എക്സാമ്പിൾ വെച്ച് ചോദ്യം ഇവിടെ തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ചോദ്യം വേറെ തരാം. ഒരെണ്ണം കൂടി എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരെണ്ണം കൂടി ചെയ്യണം. പക്ഷെ നന്നായിട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. അപ്പൊ ഒരെണ്ണം കൂടി ചെയ്യിക്കാം നിങ്ങളെ. അപ്പൊ എല്ലാവർക്കും ഇന്നത് മനസ്സിലായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചെയ്യാം. ബാക്കി അടുത്ത കണക്ക് നമ്മൾ തുടങ്ങുന്നത് പേജ് നമ്പർ 53 പ്രോബ്ലംസ് ആണ്. അത് നമുക്ക് നാളെ തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ് കേട്ടോ.